ഹലോ ഗായ്സ്, സൺഡേ ഇറ്റ്സ് 9:20. ഇപ്പോൾ ഇറങ്ങിയൊക്കെ എണീറ്റു, സ്കിൻ കെയർ ഒക്കെ ചെയ്തു. ഇനി ലെറ്റ്സ് ഫ്രഷ് അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് വിൽ ജസ്റ്റ് ഗോ ഔട്ട്. ഡ്രസ്സപ്പ് ചെയ്യാനൊന്നും വലിയ മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു ബ്ലൂ ഷർട്ടും പിന്നെ ഒരു ബ്ലാക്ക് പാൻറ്റും മാത്രമായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ജീൻസും ഷർട്ടൊക്കെ ആയിട്ട് ഇട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പുട്ടി അടിക്കണമല്ലോ, നമ്മൾ പുറത്ത് പോകുമ്പോൾ കുറച്ച് മെനയായിട്ടൊക്കെ പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, പുട്ടി അടിച്ചു. പുട്ടിന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, ജസ്റ്റ് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ലിപ്സ്റ്റിക്കും മാത്രം ഇടാം, അതാണല്ലോ പുട്ടി ഇപ്പോഴത്തെ കാലത്ത്. അപ്പോൾ നമ്മൾ പുട്ടിയൊക്കെ അടിച്ചതിന് ശേഷം എന്താ പറയുക, റെഡിയൊക്കെ ആയതിന് ശേഷം നമ്മൾ താഴെ പോയി. ഇന്ന് വീട്ടിലാരും ഇല്ല കേട്ടോ, എല്ലാവരും പുറത്തു പോകണം. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഈ മസാല ദോശയൊക്കെ ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ചു. അപ്പോൾ കഴിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതിന് ശേഷം നല്ലൊരു ഫിറ്റ് ചെക്കൊക്കെ നോക്കി. ഫിറ്റ് ചെക്കൊക്കെ നടത്തിയതിന് ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. വീട്ടിൽ നിന്ന് നമ്മൾ ഹറിബറിയായിട്ടാണ് ഇറങ്ങിയത്. നമുക്ക് ഫസ്റ്റ് ക്രൈയിൽ പോകണമായിരുന്നു. സോ ഫസ്റ്റ് ക്രൈയിലൊക്കെ പോയി നമുക്കൊരു കുഞ്ഞുവാവിനെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ക്രൈയിൽ പോയിട്ട് കുഞ്ഞുവാവിക്ക് വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തു. പർച്ചേസൊക്കെ ചെയ്തിട്ട് വാവിനെ കാണാൻ പോയി. ഞാൻ അതൊന്നും ഇതിലേക്ക് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അവരുടെ പ്രൈവസിയും കൂടെ നമ്മൾ ഇതാക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഇന്ന് കോയമ്പത്തൂർ പോവാം, നമ്മളൊരു ടേൺസ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടായിരുന്നേ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പം നമുക്ക് പോയാലോ എന്ന് ആലോചിച്ചു. അപ്പം നമ്മളങ്ങനെ രണ്ടുപേരും കൂടെ ഇങ്ങനെ വൈബ് ചെയ്തിട്ട് നമ്മൾ ടേൺസിലേക്ക് പോയി. അയ്യോ, അടിപൊളിയായിരുന്നു കേട്ടോ. എന്ത് രസമുള്ളൊരു റെസ്റ്റോറൻറ്റാണ്. നമുക്ക് കോയമ്പത്തൂരാണെന്ന് പറയേയില്ല, നമ്മളൊരു ബാംഗ്ലൂർ വൈബ് ഫീലാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയത്. ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. നമുക്ക് എത്ര കഴിച്ചാലും മതിയാവുന്നുണ്ടായിരുന്നില്ല, അത്ര രസമായിരുന്നു കേട്ടോ. അത് നമുക്ക് നൈറ്റ് പോയാൽ ഇതിനെക്കാട്ടി അടിപൊളിയായിരിക്കും കേട്ടോ. കുറച്ച് എന്താ പറയുക, ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിനെക്കാട്ടി അടിപൊളിയായിരിക്കും. നമ്മളവിടെ പോയപ്പോൾ കുറച്ച് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഔട്ട്ഡോറൊക്കെ അവരൊന്ന് കുറച്ച് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഈവനിങ് ടൈമൊക്കെ ആണെങ്കിലും കിടിലൻ ആംബിയൻസ് ആണ്. എന്തായാലും എല്ലാവരും ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. സോ അതൊക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നെ ഞാൻ മറന്നുപോയി, ഞാൻ യൂട്യൂബിൽ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമേ ഞാൻ അങ്ങോട്ട് മറന്നുപോയി. സോ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അങ്ങോട്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് ടൈം ഞാൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ എൻറ്റയർ ഡേ ഇൻ മൈ ലൈഫ് കവർ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. കം അപ്പ് വിത്ത് അനദർ വീഡിയോ. താങ്ക് യു സോ മച്ച്. ബൈ, ഗുഡ് ഡേ ഓൾ.